ഹലോ ഗായ്സ്, അപ്പോൾ ഈ കാണുന്ന പ്ലെയിൻ ആയിട്ടുള്ള ഈ ഡ്രസ്സിനെ ഞാൻ എങ്ങനെയാണ് രൂപമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ള കഴുത്തിൻ്റെ ഇറക്കത്തിന് അളവെടുത്ത് അതിൽ മാർക്ക് ചെയ്ത് ഞാൻ അതിനെ കട്ട് ചെയ്ത് മാറ്റി. ഫസ്റ്റായിട്ട് കഴുത്ത് തന്നെയാണ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയത്. കാരണം അതിൽ നമുക്ക് ഈ എലാസ്റ്റിക് വയ്ക്കണമെങ്കിൽ ചതുരത്തിനുള്ള കഴുത്തുണ്ടെങ്കിൽ കുറച്ച് എളുപ്പത്തിന് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ സൈഡിലുള്ള കൈ ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റിച്ചും അഴിച്ചെടുത്ത്, സൈഡും അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ്. പിന്നെ അതിൻ്റെ ഈ വള്ളിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, വള്ളിയുടെ തുണിയൊക്കെ നമ്മൾ കളയാൻ പാടില്ല. ഇതിന് വേണ്ടി സെയിം കളറ് തുണിയൊന്നും വേറെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ വള്ളി അഴിച്ച് നൂത്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കഴുത്തിലൊക്കെ പട്ട വയ്ക്കാൻ വേണ്ടിയിട്ട് ആ തുണി യൂസ് ചെയ്യാം. അങ്ങനെ ഞാൻ അതിനെ വെച്ചാണ് കഴുത്തിൽ പട്ട വെച്ചത്. ഈ കഴുത്തിലെ പട്ട ചെയ്യും തോറും ഞാൻ ഇങ്ങനെ ഇട്ടൊക്കെ നോക്കിയിട്ടുണ്ട്, കറക്റ്റായിട്ടുണ്ടോ പെർഫെക്റ്റ് ആയിട്ടുണ്ടോ എന്ന്. ആദ്യത്തത് ഇച്ചിരി കഷ്ടപ്പെട്ട്, അപ്പോഴത്തേക്ക് ഞാൻ സ്വയം പറഞ്ഞ് എനിക്കിത് എന്തരൻ്റെ കേടായിരുന്നു എന്ന്. കാരണം നല്ല പാടുണ്ടായിരുന്നു ഇതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ സ്റ്റിച്ചിങ്ങൊക്കെ പഠിച്ച് വരണേലേ ഉള്ളൂ, അതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇങ്ങനെ അളവെടുത്ത്, അത് നല്ല സ്ട്രെയിറ്റ് തുണിയല്ലേ, അപ്പോൾ അതിന് അളവെടുത്ത് ഞാൻ അതിനെ കട്ട് ചെയ്ത് ഒന്ന് ജോയിൻ ചെയ്തതിന് ശേഷം സെക്കൻഡ് ബാക്ക് കഴുത്തിൽ ഞാൻ ഇങ്ങനെ ആക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. അപ്പോഴത്തേക്കും കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നി. ആദ്യം ഞാൻ സ്ട്രെയിറ്റ് തുണിയെ വെട്ടി അങ്ങനെയൊക്കെയാണ് ചെയ്തത്. ഇതിപ്പോൾ കുറച്ചുകൂടെ എളുപ്പവും കുറച്ചുകൂടെ നീറ്റായെന്നും എനിക്ക് തോന്നി. അതിനുശേഷം നമ്മൾ ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒരു അര ഇഞ്ചോ നീളത്തിൽ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. ഇപ്പുറത്തെ നമ്മളെ ചെസ്റ്റ് പോർഷനില്ലേ, ആദ്യത്തെ കൈയുടെ അവിടെ നിന്ന് രണ്ടാമത്തെ കൈയുടെ അവിടം വരെ നല്ല നീളത്തിനൊരു ഇത്. പിന്നെ ഞാൻ അഴിച്ച് പണിയുന്നതുകൊണ്ട് നമുക്കൊരാൾ ഫ്രീ തന്ന ഡ്രസ്സ് നമ്മൾ കുളമാക്കുന്നതിനേക്കാൾ അതൊന്ന് നന്നായിട്ട് നമ്മൾ ഉദ്ദേശിച്ച കണക്കിന് വരുന്നതല്ലേ സന്തോഷം. അതുകൊണ്ട് തന്നെ ഇത് തയ്ക്കും തോറും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കുളമായി പോലെ നിനക്കിത് എന്തിൻ്റെ കേടായിരുന്നെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈൻ, ഈ അര ഇഞ്ച് ഗ്യാപ്പിൽ സ്ട്രെയിറ്റ് ലൈൻ ഇട്ടതിന് ശേഷം അതിൽ കൂടെയാണ് നമ്മൾ ഈ ബോബിൻ നൂത്തിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ബോബിൻ ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഈ കാണുന്നത് പോലെ നമ്മളിങ്ങനെ ഒരു ലൈൻ അടിച്ച് അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വീണ്ടും തിരിച്ചാണ് നമ്മൾ ഓരോ ലൈനും കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. നമ്മൾ വിട്ട് കളയാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള തയ്യലിൽ ഇങ്ങനെ ചെയ്ത് വരണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് ഞാൻ ഓരോ തവണ ഇട്ട് നോക്കുന്നുണ്ട്, പണി പാളിയോ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പണി പാളിയോ എന്ന് പറയാൻ സ്പൈഡർമാനെ പോലെയൊക്കെ ഞാൻ ഇട്ട് കറങ്ങിയൊക്കെ നോക്കിയിട്ടുണ്ട്. അങ്ങനെ അവസാനം വന്നപ്പോഴേക്കും ചെറിയ ഒരു പണി കിട്ടി. എന്തെന്ന് വെച്ചാൽ കഴുത്തിൻ്റെ അവിടെയൊക്കെ ഓക്കെ ആവുന്നുണ്ട്, പക്ഷേ നമ്മുടെ ഹിപ്പിൻ്റെ അവിടെയൊക്കെ വന്നിട്ട് ഇച്ചിരി ഇതായിട്ടിരിപ്പുണ്ടായിരുന്നു. എന്തോന്നു കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ഒതുങ്ങി പിടിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ബാക്കി വന്ന അതിൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്ന വള്ളിയിൽ നിന്ന് ബാക്കി വന്ന ഇലാസ്റ്റിക് എടുത്ത് ബാക്കിലൊരു കെട്ടും കൂടെ വെച്ച് കൊടുത്തു. എന്നാൽ പിന്നെ അത്രേ ഉള്ളൂ ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ, ബൈ ബൈ.